വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും പുതിയ ഇമേജിംഗ് സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് MRI സ്കാനുകൾ. തലച്ചോറിലെ മുഴകൾ മുതൽ നട്ടെല്ലിലെ പ്രശ്നങ്ങൾ വരെയുള്ള വിവിധ അവസ്ഥകൾ തിരിച്ചറിയാൻ ഇവ സാധാരണയായി ഉപയോഗിക്കുന്നു. എന്നാൽ MRI സ്കാൻ എല്ലാവർക്കും സുരക്ഷിതമാണോ? MRI മെഷീനുകൾ ശക്തമായ കാന്തങ്ങൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ലോഹവസ്തുക്കളോട് പ്രതികൂലമായി പ്രതികരിക്കാൻ കാരണമാകും. ഇതിൽ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന പേസ് മേക്കറുകൾ, കോക്ലിയർ ഇംപ്ലാന്റുകൾ, സർജിക്കൽ ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഷ്രാപ്നൽ എന്നിവയൊക്കെ ഉൾപ്പെടാം. നിങ്ങളുടെ ശരീരത്തിൽ ലോഹ ഇംപ്ലാന്റുകൾ ഉണ്ടെങ്കിൽ മുൻകൂട്ടി ഡോക്ടറെ അറിയിക്കേണ്ടതുണ്ട്. അപ്രകാരമുണ്ടെങ്കിൽ നിങ്ങളുടെ സുരക്ഷയ്ക്കായി CT സ്കാനുകൾ പോലുള്ള മറ്റു ഇമേജിംഗ് സാങ്കേതിക വിദ്യകളാണ് നിർദ്ദേശിക്കപ്പെടുക. MRI സ്കാനിൽ റേഡിയേഷൻ ഉപയോഗിക്കുന്നില്ല. അതിനാൽ എക്സ്റേകളേക്കാൾ ഗർഭകാലത്ത് അവ സുരക്ഷിതമാണ്. എന്നിരുന്നാലും വൈദ്യശാസ്ത്രപരമായി അത്ര അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ അവസരത്തിൽ ഡോക്ടർമാർ സാധാരണയായി MRI സ്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല എങ്കിൽ സാധാരണയായി ആദ്യത്തെ 3 മാസങ്ങളിൽ MRI സ്കാനുകൾ നടത്തുന്നത് ഒഴിവാക്കും. ചില MRIകൾ ശരീരത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങൾ കാണിക്കാൻ കോൺട്രാസ്റ്റ് ഡൈ ഉപയോഗിക്കുന്നു. കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ ലഭിക്കാൻ കോൺട്രാസ്റ്റ് ഡൈ സഹായിക്കുന്നുണ്ടെങ്കിലും വൃക്കരോഗമോ അലർജി പ്രതിപ്രവർത്തനങ്ങളോ ഉള്ള വ്യക്തികളിൽ ഡൈ പ്രശ്നമുണ്ടാക്കിയേക്കാം. അതുകൊണ്ട് സ്കാനിങ്ങിന് മുമ്പ് എപ്പോഴും ഡോക്ടർമാരെ മെഡിക്കൽ ചരിത്രം അറിയിച്ചിരിക്കണം. മിക്ക ആളുകളും MRI ട്യൂബിനുള്ളിൽ കിടക്കുമ്പോൾ പേടിയോ പരിഭ്രാന്തിയോ ഉള്ളവരാണ്. പ്രത്യേകിച്ച് ക്ലോസ്ട്രോഫോബിയ ഉള്ളവരിൽ ഇത്തരം ആശങ്കകൾ ഉണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ചെറിയ സെഡേറ്റീവുകൾ നൽകുകയോ തുറന്ന MRI മെഷീനുകൾ ഉപയോഗിക്കുകയോ ചെയ്യാം. മെഷീനുള്ളിൽ നിശ്ചലമായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. MRI സ്കാനുകൾ വളരെ സെൻസിറ്റീവാണ്. മാത്രമല്ല ചെറിയ ചലനങ്ങൾ പോലും സ്കാനിങ്ങിനെ ചെറുതായി പോലും മങ്ങിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്കാൻ ചെയ്യുന്നതിനെ ആശ്രയിച്ച് നിങ്ങൾ 15 മുതൽ 45 മിനിറ്റ് വരെ അനങ്ങാതെ കിടക്കേണ്ടി വരാം. 1 ഇഞ്ച് പോലും വ്യത്യാസം വന്നാൽ വീണ്ടും സ്കാൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ മെഷീനുള്ളിൽ ശാന്തമായി അനങ്ങാതെ കിടക്കേണ്ടതാണ്.